നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഐശ്വര്യമായിട്ട് അങ്ങനെ പുതിയൊരു എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. ഒരുപാട് സ്നേഹത്തോടു കൂടി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരെ വിളിക്കണം. നമ്മുടെ വോയിസ് ഓഫ് കേരളയുടെ ജഡ്ജസ്. ലെറ്റ്സ് വെൽക്കം ഔസേപ്പച്ചൻ സാർ ആൻഡ് മഞ്ജരി. നമ്മൾ തുടങ്ങിയപ്പോൾ നല്ലൊരു തുടക്കമാണ് നമുക്ക് കിട്ടിയത്. എല്ലാവരും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. പല കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന പല പ്രായത്തിലുള്ള പല മേഖലകളിലുള്ള 19 പേർ. മക്കളെ വെൽക്കം. മക്കളെ എന്നൊക്കെ വിളിക്കുമ്പോ സാർ സാർ ഇവരുടെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയ്ക്ക് പറയൂ, എന്തൊക്കെയാണ് ഷോ ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള വിഷയം? ഞാൻ എല്ലാവരോടും ചോദിക്കട്ടോ, എല്ലാവരും പ്രിപ്പയർ ആയിരുന്നു. എന്തൊക്കെയാണ് ഷോ ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം കിട്ടുന്ന ഫീഡ്ബാക്സ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ, പാടാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ പുറത്തു നിന്ന് ഇത് വീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ ഞങ്ങൾക്കും ഇതൊരു വേദിയാക്കി ഉപയോഗപ്പെടുത്താമല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് പൊതുവെ വന്ന ഒരു അഭിപ്രായമായിട്ട് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന, ഒരു വേദിയിൽ പാടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഷോയിലേക്ക് വരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ പാട്ടിലേക്ക് പോയാലോ? അതെ, ആദ്യത്തെ പാട്ട് ആരാ? മീനാക്ഷി. മീനാക്ഷിയാണ് ആദ്യത്തെ പാട്ട് പാടാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം മീനാക്ഷി. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മീനാക്ഷി. കഴിഞ്ഞ എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഭയങ്കര സർപ്രൈസ് എലമെൻറ്റ്സ് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു മൊത്തത്തിൽ. ദൈവം സഹായിച്ച് പാട്ട് അത്യാവശ്യം നന്നായി പാടാൻ പറ്റി. ജഡ്ജസിൻ്റെ കമൻസും അത്യാവശ്യം നന്നായിട്ട്, തെറ്റുകൾ മാത്രമല്ല എൻ്റെ ഓരോ ടിപ്സൊക്കെ കുറേ പറഞ്ഞു തന്നു. കഴിഞ്ഞ പാട്ടിൽ എനിക്ക് പിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ ഔസേപ്പച്ചൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാനത് വളരെ നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് സെറ്റായി അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം എനിക്ക് ഫാസ്റ്റ് നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. രാരവേണു അടിപൊളിയാക്കണം. കുറച്ച് ഡാൻസൊക്കെ പ്രാക്ടീസ് വെച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ കളിക്കും. വേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല വേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല വേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ എൻ കണ്ണ അമ്പാടി
രാഗിണിയാം യുവരാധയിതാ രാസോലസിതം പാടുകയായി. ഭാമയിതാ നിൻ ഭാമയിതാ വിരഹിണിയായി കേഴുന്നു. വനവേണുവുമായി വരൂ നീ അരികിൽ മായാവൃന്ദാവനിയിൽ. നിന്റെ നഖത്തലമെല്ലേ എൻ നെഞ്ചിലുരഞ്ഞു മുറിഞ്ഞു. പീലിപ്പൂമുടി കാറ്റിലുലഞ്ഞു മനസ്സിനകത്തണി മഞ്ഞു കിനിഞ്ഞു. രാഗവേണു ഗോപബാല രാജിത സദ്ഗുണ ജയശീല. അമ്പാടിക്കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ എൻ കണ്ണ. അമ്പാടിക്കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ എൻ കണ്ണ. വേണു ഗോപബാല രാജിത സദ്ഗുണ ജയശീല. രാരവേണു ഗോപബാല രാജിത സദ്ഗുണ ജയശീല. മീനാക്ഷി അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. അബിക്കൊരു പ്രത്യേക ഐഡി, കോറസ് ടീമിനൊരു പ്രത്യേക ഐഡി. നല്ല രസമുണ്ടായിരുന്നു പാടുന്ന കാണാൻ. നല്ല ഡ്രസ്. താങ്ക് യു. ഔസാർ പ്ലീസ് ഡു ദ നീഡ്ഫുൾ. കാണാൻ മാത്രമല്ല കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഞാൻ ആ വേഷത്തിനെ കുറിച്ച് ഞാൻ പറയാനിരുന്നതാണ്. സോ ക്യൂട്ട്. ഓ താങ്ക് യു സാർ. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിന് നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സാർ. അതിനു മുമ്പ് അബി വെരി നൈസ് മാൻ. മുമ്പിൽ നിന്നിട്ട് വായിക്കാന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു ചെറിയ കിളിയൊന്ന് ചെറുതായിട്ടൊന്ന് താഴും. പക്ഷെ നന്നായിട്ട് പറഞ്ഞു. അബി കലക്കി. അബി കലക്കി. മീനാക്ഷി, എന്തോ സാർ? ദറ്റ് രാരവേണു തുടങ്ങി ആ സ്റ്റാർട്ടിങ് തൊട്ടേ യു ലാൻഡഡ് അപ്പ് വെരി നൈസ്ലി ഇൻ ടു ദ സോങ്. താങ്ക് യു സാർ. വളരെ താങ്ക് യു. വളരെ നന്നായിട്ട്. താങ്ക് യു. പിന്നെ ജനറലി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാം നന്നായിരുന്നു. പാട്ട് പാടുന്ന എല്ലാവരോടും കൂടിയിട്ട് പറയുന്നൊരു കാര്യം, നമ്മൾ റിഹേഴ്സൽ ചെയ്യുമ്പോൾ അടിച്ചു പൊളിച്ച് പാടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ വീട്ടിലായാലും ശരി, ഇവിടെ ആയാലും ശരി, എവിടെയായാലും, എന്നിട്ട് നമ്മൾ ആ വേദിയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അറിയാതെ എന്തോ ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ വരുമ്പോൾ ഒരു 1%-2% നമ്മൾ ഡ്രോപ്പ് ആവും. ഇത് സംഭവിക്കുന്നതാണ്. പക്ഷേ അതിനെ വെല്ലുന്നവരാണ് ഒരുപാട് ഗ്രേറ്റ് സിംഗേഴ്സൊക്കെ കാണുന്നുണ്ടോ. അവർ റിഹേഴ്സൽ ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ മ്യൂസീഷ്യൻസ് ആയാലും റിഹേഴ്സൽ ചെയ്യുമ്പോൾ വെറുതെ അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് സ്റ്റേജിൽ അങ്ങോട്ട് വരുമ്പോൾ ഒരു പൊളിയാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ റിഹേഴ്സലിൽ അത്ര അങ്ങോട്ട് പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ ഇതിൽ ഞാൻ പറയുന്നത്, അപ്പൊ നമുക്ക് യു ക്യാൻ ഡു ബെറ്റർ. അപ്പൊ ഒരുപാട് സർപ്രൈസസ് ഉണ്ടാവും നമ്മൾ പാടുന്നതിൽ. നമ്മൾ സ്വയം സർപ്രൈസ്ഡ് ആയാലാണ് നമ്മൾ പാടുന്നതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഫീലൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, പഠിപ്പിക്കാനും പറ്റില്ല. അത് സ്വയം നമ്മൾ അനുഭവിക്കുന്നതാണ് ഒരു പാട്ട് പാടുമ്പോൾ. അപ്പം അത് മോൾക്ക് കുറച്ചൊക്കെ വന്നിട്ടുണ്ട്, ഇനിയും വരാവുന്നതാണ്. ഇനിയും കൂട്ടണം, എല്ലാവരും കൂട്ടണം, എല്ലാവരും ശ്രദ്ധിക്കണം ഈ ഒരു പോയിന്റ്. റിഹേഴ്സൽ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഗംഭീരമായിട്ട് പാടി, അപ്പം നമുക്ക് അവിടെ ഒരു വിഷമവും. ഇനി സ്റ്റേജിൽ വരുമ്പോൾ ഇത് പാടും, ആ ചിന്താഗതിയെ വരാൻ പാടില്ല. സ്റ്റേജിലാണ് നമ്മൾ പൊളിക്കാൻ പോകുന്നത് അല്ലേ. ഇത് വെച്ച് പാടിക്കോളൂ ഇനിയൊക്കെ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മീനാക്ഷി, എന്തോ ചേച്ചി? മീനാക്ഷി അസലായിരുന്നു. താങ്ക് യു ചേച്ചി. യമുനാ നദി പോലെ ഇങ്ങനെ ഒഴുകിപ്പോയി. നല്ല വോയിസ്, ശരിക്കും നല്ല വോയിസ്. ഭംഗിയായി. ഔസേപ്പച്ചൻ സാർ പറഞ്ഞ പോലെ മീനാക്ഷി പൊതുവെ അങ്ങനെ ഒരു ഒതുങ്ങി നിന്ന് പാടുന്ന ഒരു ടൈപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആള് ഒരു ചട്ടമ്പിയാണെന്ന് തോന്നുന്നു. അമൃതയിലൊന്ന് അന്വേഷിക്കണോ? ചാത്തന്മാരാണ് എന്തെങ്കിലും കിട്ടാൻ നടക്കുക. ഒരു കുറുമ്പിയാണെന്നുള്ളൊരു അങ്ങനെയൊന്നുമില്ല. ഈ ഒരു പാട്ടിനകത്ത് കുറച്ചുകൂടി എനിക്കൊന്ന് മീനാക്ഷി കുറച്ച് ടെൻസ്ഡ് ആയിരുന്നോന്ന് അറിയില്ല. ഉള്ളിന്റെ ഉള്ളില് പുറത്തൊന്നും അറിഞ്ഞില്ല, പാട്ടൊക്കെ അസലായിരുന്നു. പക്ഷെ കുറച്ചുകൂടി ഒന്ന് ലൈവ്ലി ആവാമായിരുന്നു മീനാക്ഷിക്ക്. ഒരു വളരെ സ്റ്റിഫായി നിന്ന് ഒരു ഞാൻ ഇങ്ങനെ അനങ്ങിയാ ചിലപ്പോ പാട്ട് അവിടെ ഇവിടെ എന്നുള്ള പേടിയിലുള്ള ഒരു മീനാക്ഷിയാണ് ഞാൻ കണ്ടത്. അതൊന്നും വേണ്ട. അല്ല, അതൊന്ന് എന്റെ ഒരു ആഗ്രഹമാണ് മീനാക്ഷി അങ്ങനെ ഒരു മുഖം ഉണ്ടെങ്കിൽ ഒന്ന് വെറുതെ ഞങ്ങളൊന്ന് നോക്കട്ടെ ഈ ഓർക്കസ്ട്രയിലുള്ള അവരെയൊക്കെ നോക്കിയിട്ടൊന്ന് പാടുന്നു. രാരവേണു ഗോപബാല
വേണു ഗോപബാല രാജിത സദ്ഗുണ ജയശീല അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ എൻ കണ്ണ അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ എൻ കണ്ണ ഗോപബാല രാജിത സദ്ഗുണ ജയശീല. ഡാൻസ് കളിച്ച മുഴുവൻ ജീവയാ. ഞാൻ ഇതെനിക്ക് പേയ്മെന്റ് ഇതൊക്കെ ഞാൻ എക്സ്ട്രാ ഇടുന്ന നിങ്ങക്ക് വേണ്ടിട്ട്. അപ്പൊ കൂടെ ഒന്ന് ജിൽജിലായിട്ട് കളിക്കണ്ടേ? അല്ല, പക്ഷെ ഡാൻസ് കളിച്ചില്ലെങ്കിലും മീനാക്ഷിയുടെ പാട്ട് കുറച്ചുകൂടി നന്നായിട്ടോ. നല്ല ബ്ലെൻഡിങ്, അതെ. പിച്ചിങ്. താങ്ക് യു സർ. കുറച്ചുകൂടെ ഒന്ന് ഉഷാറായി. പിന്നെ അഭി നടുക്ക് നിന്ന് ഓടക്കുഴലൊക്കെ വായിച്ച് എൻജോയ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. അഭി സൂപ്പറായിരുന്നു. കോറസിനെ പറയണ്ട, അവര് അറിഞ്ഞ് കൈ നിടുമായിരുന്നു. ഒരു എന്തോ കോളേജിലെ പരിപാടിക്ക് പോയിട്ട് പോലെ ഭയങ്കര സന്തോഷത്തില്. നിങ്ങൾ നന്നായിരുന്നു കേട്ടോ, സൂപ്പർ. അങ്ങനെ വേണം കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത്. ഇനി ആ ഒരു സ്പിരിറ്റ് അങ്ങ് കൂടട്ടെ. മീനാക്ഷിയും എന്തോ ചമ്മലൊക്കെ കളഞ്ഞു. ഇനി ഇത് നമ്മളൊരു ഫാമിലിയാണ്. നമ്മള് ഈ ഒരു വേദി നിങ്ങളെ വാർത്തെടുക്കുകയാണ്, ഒരു സ്റ്റാറായി മാറ്റാൻ പോവാണ്. സോ അത് ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ വിലപ്പെട്ടതായിട്ട് കാണുക ആൻഡ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്, മാക്സിമം യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, ഗോഡ് ബ്ലെസ്. ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുമ്പോ അല്ലേ ഇങ്ങനെ ഓഡിയൻസിനോടൊക്കെ ഇന്ററാക്ട് ചെയ്ത് പാടണ്ടല്ലേ? ഓടിപ്പാടണം. പിന്നെ അത്ര ആൾക്കാരായിട്ട് നമ്മൾ, അതായത് ഒരു നാണോ ഇല്ലാത്തൊരു മീനാക്ഷിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിലൊക്കെ വരാൻ പറ്റും. അടുത്ത ഓക്കെ. പിന്നെ ശരത് സാറിനോട് പറഞ്ഞോ ഇങ്ങനെ റിയാലിറ്റി ഷോയിൽ പോകുന്നുണ്ട്, പറഞ്ഞോ? ആദ്യം പറഞ്ഞിട്ടാ വന്നത്, ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ചിട്ടാ വന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണണേന്ന്. ഓക്കെ, ഫസ്റ്റ് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം എന്തൊക്കെയായിരുന്നു ഫീഡ്ബാക്സ്? അത് പറ. കോളേജില് നല്ല ഫീഡ്ബാക്ക്. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു. എല്ലാം ചോദിച്ചു ഈ സീനായിരുന്നു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. സീനായിരുന്നു അങ്ങനെ പറഞ്ഞു. പിന്നെ ടീച്ചേഴ്സും പ്രിൻസിപ്പലും ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഫീഡ്ബാക്ക്, നല്ല ഷോ ആണെന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു അടിപൊളി ഷോ ആണ്. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ പറയാതെ തന്നെ കൈയടിക്കണം കേട്ടോ. കാര്യം നമുക്ക് കൈയടിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കി കൈയടിച്ചണം. യു കണ്ടിന്യൂ. പിന്നെ ഞാൻ എല്ലാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ടുണ്ട്, എല്ലാ ഫ്രണ്ട്സിനെ ഗ്രേസ് മാർക്കൊന്നും ഇല്ലെങ്കിലും ഈ ഒരു പ്രവർത്തിക്ക് ഒരു നല്ല കൈയടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മീനാക്ഷിയെ കണ്ട് മാതൃകയാക്കാവുന്നതാണ്. പിന്നെ ജീവചേട്ടന്റെ ഫാൻസ് ആണ് ഞങ്ങളുടെ കോളേജിൽ ഫുള്ള്. എല്ലാരും പറഞ്ഞു ജീവചേട്ടനോട് ഒരു ഹായ് പറയണേന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹായ്. പറ്റിയ ഞങ്ങൾ എല്ലാവരെയും കൊണ്ട് അമൃതയിലോട്ടൊന്ന് പോല്ലേ? ഞങ്ങൾക്ക് ഇതൊക്കെ എല്ലാവരും സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം എത്ര മാർക്കായിരുന്നു? 86. ഇപ്രാവശ്യത്തെ മാർക്ക് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. അത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് എലിമിനേഷന്റെ സമയം നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ ഡാ. എല്ലാവരും അന്വേഷണം പറയണം. ബൈ. ഞാൻ പ്രത്യേകം അന്വേഷണം പറയണം. ബൈ. എൻ്റെ പേര് ഷിഹാബ് ചേലക്കുളം. ഈ വോയിസ് ഓഫ് കേരള എന്ന ഫ്ലവേഴ്സ് ചാനലിൻ്റെ പുതിയ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അതാദ്യമായിട്ട് ടി വിയിൽ ഒരുപാട് പേര് കാണുകയുണ്ടായി. അത് കണ്ട എല്ലാവരും തന്നെ വിളിക്കുകയും ഇത് ഇത്രയും വലിയൊരു പ്രോഗ്രാം ആയിരുന്നോ എന്ന് ആ ഒരു അതിശയം തന്നെയാണ് എല്ലാവരും പ്രകടിപ്പിച്ചത്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ഗാനം, അതായത് കാര്യസ്ഥൻ എന്ന ചിത്രത്തിലെ ഓണവില്ലിൻ തമ്പുരും വിട്ടും വീടാണ് ഈ വീട് എന്ന ഒരു മനോഹരമായ അർത്ഥവത്തായ ഒരു ഗാനമാണ് ഇന്ന് പാടാനായിട്ട് ആഗ്രഹിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്.
സ നി സ സ സ ഗ രി ഗ സ രി നി സ പ നി മ പ പ ഗ രി സ നി രി സ. തേന്മാവിൻ താഴെ കൊമ്പിൽ താലോലം കിളി പാടുമീ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ. തേന്മാവിൻ താഴെ കൊമ്പിൽ താലോലം കിളി പാടുമീ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ. വർണ്ണമേഴു വർണ്ണവും സ്നേഹമാരിവില്ലുപോൽ ഒന്നു ചേർന്നലിഞ്ഞതാണീ പൊൻവീട്. ഓ മാനസങ്ങളൊന്നു ചേർന്നൊരു പൊൻവീട്. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. మగరిస మమ పమ పమ గబ మగరిస ని పద పద స నిస నిసరి నీ మపస. മൂവന്തി പൊന്നും മിന്നും ചൂടി വരുന്നു താരകൾ. കോലമിടുന്നു പൊൻവളയിട്ടൊരു പുലരിപ്പെൺ കനവ്. മൂവന്തി പൊന്നും മിന്നും ചൂടി വരുന്നു താരകൾ. കോലമിടുന്നു പൊൻവളയിട്ടൊരു പുലരിപ്പെൺ കനവ്. കണ്ണുകൾക്കു പൊൻകണി കാതുകൾക്കു തേൻമൊഴി. വെണ്ണിലാവു നൽകിയതാണീ സമ്മാനം. ഓ ചന്ദ്രലേഖ പൂത്തുലഞ്ഞൊരു പൊൻവീട്. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. വെരി നൈസ്, സൂപ്പർ. ഷിഹാബ് സാർ താങ്ക് യു. അടിപൊളി, കാലക്കി. അവസരപ്പച്ചൻ സാർ നന്നായിരുന്നു ശിഖ. താങ്ക് യു സർ. സ്റ്റേഷനിൽ ഇപ്പോൾ പോകുമ്പോൾ സുഹൃത്തുക്കളൊക്കെ എന്താണ് അവരുടെയൊക്കെ ഒരു? അവരെല്ലാവരും നല്ല അഭിപ്രായമാണ്. ഞാൻ ഇപ്പോൾ ഒരു 10 വർഷത്തോളമായിട്ട് മിക്കവാറും വേദികളിൽ പാടാറൊക്കെ ഉണ്ട്. അസോസിയേഷൻ അങ്ങനെ ഒരു പ്രോഗ്രാം. ഇപ്പോൾ പാട്ടുകാരനെന്ന് അറിയാം. അപ്പോൾ ഏതായാലും ഇങ്ങനെ അവസരം കിട്ടിയത് ഈ പറഞ്ഞ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നന്നായി പാടി കേട്ടോ, നന്നായി പാടി. പാട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ സ്വരങ്ങളൊക്കെ അതൊക്കെ മനപ്പാടം പഠിച്ച് പാടി, അതൊക്കെ അത്രയും മതി. അല്ലാണ്ട് നമ്മൾ അത് സ്വരസ്ഥാനം മനസ്സിലാക്കി നമ്മളത് ലിറിക്കൽ ഫോർമാറ്റിൽ അത് പാടുന്നു, പക്ഷെ അത് തെറ്റാണ്ട് ഒക്കെ പാടി കൊള്ളാം. മറ്റു വശം നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഈ എല്ലാ സംഗതികളും പാടുന്നുണ്ട്. ഇപ്പോൾ ഒരു സംഗതിയിൽ 5 അക്ഷരം ഉണ്ടെങ്കിൽ അതിലൊരു 3 അക്ഷരം കൃത്യമായിരിക്കും. ഒരു തെറ്റ് വരുന്നില്ല, ആ ഒരു 3 അക്ഷരം വരും, പക്ഷെ 2 അക്ഷരം കൂടി അല്ലെങ്കിൽ കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി അതിൽ ചേർക്കാൻ പഠിക്കണം. അങ്ങനെ വരുമ്പോൾ അത് നന്നാവും, പൂർണ്ണത വരും. പക്ഷെ ഇത് ആ ഗ്രാഫിൽ തന്നെ നിൽക്കണേ. ഈ നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഈ റൂട്ടിൽ നിന്ന് തെന്നി പുറത്തേക്ക് പോകുന്നില്ല, ഇതിന്റെ അകത്ത് തന്നെയാണ്. മനസ്സിലായേ? അതാണ് വലിയൊരു കാര്യം. നമ്മൾ പുറത്ത് ഔട്ട് പോകുന്നില്ല. അത് നമ്മളിൽ ആ സംഗീതവാസനയായിട്ടുള്ളത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പുറത്തു പോകും സാധാരണ. അപ്പോൾ നല്ലൊരു സിംഗിങ് ആണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. അഞ്ജലി, ആദ്യത്തെ റൗണ്ടിൽ വന്ന് പാടിയ സാറല്ല ഈ ഇപ്പൊ പാടുന്ന ആള്. കാരണം അന്ന് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ആ പാട്ടിനകത്തൊരു ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷെ ഇന്നിപ്പോ ഇപ്പൊ ഇത്തിരി സ്വരങ്ങളും ഇതൊക്കെ കാണാപ്പാടം പഠിച്ചിട്ട് അത് ഒരു ശരിക്കും എന്താ ഇനി പറയാ, വാക്ക് എനിക്ക് കിട്ടുന്നില്ല. ഒരു പെർഫെക്ഷന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെയാണ് പാടിയത്. ശ്രുതി അവിടെ ഇവിടെയൊക്കെ നേരത്തെ സാറ് പറഞ്ഞ പോലെ പാളിച്ചകൾ ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ. പക്ഷെ എന്നാലും ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് എന്ന് നോക്കുമ്പോൾ സാറ് എന്താണോ ജോലി ചെയ്യുന്നത് അതും കൂടെ കണക്കിലെടുക്കുമ്പോൾ ഇതൊരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഒരു അങ്ങനെ വലിയ പ്രശ്നം പറയാൻ ഇല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് തുടക്കം മുതൽ അവസാനം വരെ ആ അതേ വോയിസ് ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല കോൺഫിഡന്റ് ആയിട്ട് പാടി. എനിക്കൊരു സംശയം കൂടി ഉണ്ട്, ചോദിച്ചത് ഇതൊക്കെ ഇപ്പോഴല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ജഡ്ജായിട്ട് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അതെ, ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. ജഡ്ജിന്റെ അടുത്ത് മിണ്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ
പാട്ട് പാടുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സോഫ്റ്റ് നേച്ചേർഡ്, വളരെ എല്ലാവരെയും എന്തെന്നാ പറയാ, ഇങ്ങനെ എത്ര എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നുന്ന എല്ലാവരോടും തുണ്ടുടുമണി. അതെ അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ ആസ് എ പോലീസ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? തീർച്ചയായിട്ടും മനസ്സിലായി. എന്താണ് 2 ഇടി കൊടുക്കണമെങ്കിൽ ഇടി കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇടി കൊടുക്കോ? അങ്ങനെയല്ല. ഒരു കാര്യം സാറ് ശ്രദ്ധിച്ചോ? സാർ ഇപ്പം ഇത് പറഞ്ഞതിനകത്ത് തന്നെ ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. സാർ ഓരോന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ വാച്ച് ചെയ്യായിരുന്നു. അല്ല, നിങ്ങൾ ഇങ്ങനെ ആകുമ്പം ആൾക്കാരൊക്കെ നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ അപ്പൊ ഞാൻ ചിരിച്ച്. അപ്പൊ നിങ്ങൾ മറ്റുള്ള ഇപ്പം പോലീസായി മാറുമ്പോൾ നിങ്ങൾ എന്താണെന്ന് പറയുമ്പോഴത്തേക്ക് സാറിന്റെ ഒരു മട്ടൊക്കെ മാറി വന്നു. അങ്ങനെയല്ല. അതായത് ഞാൻ ഈ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ട്, ലഹരിക്കെതിരെയുള്ള. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഞാൻ ചെല്ലുന്നറിയുമ്പോ മിക്കവാറും അധ്യാപകര് കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പോലീസ് വരുന്നുണ്ട്, ഇന്ന് ഞാൻ ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കും. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഇതുമാതിരി ഒരു പാട്ടൊക്കെ പാടിയാണ് ക്ലാസ്സിലേക്ക് കിടക്കുന്നത്. അപ്പോഴത്തേക്കും പിള്ളേര് എന്റെ കൂടെ കൂടി എന്റെ ആളായി മാറും. അവസാനം ടീച്ചർമാര് വേറെ ഇരിക്കും. അതായത് ഇനി പിള്ളേര് വല്ലതും എന്റെ അടുത്ത് പറയുമെന്നുള്ള പേടിയിലേക്ക് ടീച്ചേഴ്സ് മാറിപ്പോകും. അങ്ങനെ അത്ര കർക്കശക്കാരനായ ഒരു ഓഫീസർ അല്ല സാർ. ഓഫീസർ അല്ല. ആ ഒരു സംഗീതത്തിന്റെ ആ ഒരു സ്നേഹമൊക്കെ മനസ്സിലുണ്ട്. എന്തായാലും സാറിന്റെ ഈ ഒരു ഇംപ്രൂവ്മെന്റ് ഫസ്റ്റ് റൗണ്ടിൽ നിന്നും സെക്കൻഡ് റൗണ്ടിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഉള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആസ് എ സിംഗർ ആദ്യത്തിൽ നിന്നുമൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടു. ഒരുപാട് ഇപ്പോൾ ഒരു സ്റ്റേജ് കോൺഫിഡൻസും പിന്നെ അതുപോലെ ഈ ഒരു പാട്ട് എടുക്കാൻ കാണിച്ച ചങ്കുറ്റം, അത് മനോഹരമായിട്ട് പാടി. ഞാൻ വലിയ പെർഫെക്റ്റ് എന്ന് പറയില്ല, എല്ലാ മനുഷ്യർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങളുണ്ട്, എന്നാലും വളരെ മനോഹരമായിട്ടാണ് പാടിയത്. താങ്ക് യു. ഏറ്റവും വലിയ വിശേഷം അറിയണം, ഫസ്റ്റ് പിന്നെ സോങ് ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് ഫോഴ്സിൽ നിന്നാണോ അതോ ഫാമിലി, ആരാണ് ഏറ്റവും കൂടുതൽ അപ്രിഷിയേറ്റ് ചെയ്തത്? ഇത്രയും വലിയ വേദിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് എല്ലാവരും ആ സസ്പെൻസ്. ഇപ്പൊ ഞങ്ങളിവിടെ വന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ഇത് എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് ആർക്കും പ്രതീക്ഷയില്ല. പക്ഷെ അന്ന് ചെന്ന് പിന്നെ ആ ഫസ്റ്റ് ദിവസം ആ ഫ്ലോർ കാണാൻ വന്നപ്പോഴാണ് ഇത് വേറെ ലെവലാണെന്നുള്ള ഇതിലേക്ക് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പൊ അവിടെ മുതൽ പിന്നെ വേറെ ലോകത്തേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആ ഒരു ഇത് തന്നെയാണ്, എന്തോ ചെറിയൊരു സംഭവമാണെന്നുള്ള ഇതിലാണ് അവരൊക്കെ ഇരുന്നത്. പക്ഷെ ഇത് വലിയൊരു പ്ലാറ്റ്ഫോം, ഫ്ലവേഴ്സിന്റെ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അവിടെ തിരിച്ചിരുന്നത്. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ എല്ലാവരും ആ ഒരു സസ്പെൻസും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അടിപൊളി. ഇപ്പം ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ടിലേക്ക് വന്നപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ആ ഇമ്പ്രൂവ്മെന്റിന്റെ ഗ്രാഫ് ഇങ്ങനെ കയറി പോട്ടെ. നല്ല നല്ല പാട്ടുകൾ ഇവിടെ പാടാൻ പറ്റട്ടെ, അത് പ്രേക്ഷകർക്ക് കേൾക്കാനും പറ്റട്ടെ. അപ്പോൾ താങ്ക് യു സാർ. ഇതിന് മാർക്കില്ല, എന്നോട് ക്ഷമിക്കണം. വേറൊന്നും കൊണ്ടല്ല, ഫോർമാറ്റ് അങ്ങനെ ആയിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു മാർക്ക്? 71. ഓക്കെ, അപ്പൊ നമുക്ക് എലിമിനേഷനിൽ കാണാം. പ്രത്യേകം ഇപ്പൊ സാറിന് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ, നമ്മുടെ പോലീസുകാരൊക്കെ നല്ല പാട്ടുകാരാണെന്നും മ്യൂസിഷ്യൻസ് ആണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ഹായ് അവരുടെ അടുത്ത് പറയാം. തീർച്ചയായിട്ടും എല്ലാവരോടും. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഹലോ, എൻ്റെ പേര് വർഷ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. വോയിസ് ഓഫ് കേരളയിലെ ഒരു കണ്ടസ്റ്റൻ്റാണ്. വളരെ വളരെ സന്തോഷം വോയിസ് ഓഫ് കേരള പോലെ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിന്. ആദ്യത്തെ റൗണ്ടിൽ അത്യാവശ്യം നന്നായിട്ട് പാടാൻ സാധിച്ചു എന്ന് തോന്നുന്നുണ്ട്. ജഡ്ജസ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കുറച്ചൊക്കെ കറക്ഷൻസും പറഞ്ഞു തന്നിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ ഫാസ്റ്റ് നമ്പറിൽ ഞാൻ പാടാൻ പോകുന്നത് ചൂളം പിടിച്ച് കറങ്ങി നടക്കും എന്ന് പറയുന്ന സോങ്ങാണ്. ചിത്രാമ്മ പാടി അത്രയും അടിപൊളിയായിട്ടുള്ള സോങ്ങാണ്. അപ്പോൾ നല്ല ടെൻഷനുണ്ട്. ചെറിയൊരു ഭയത്തോടുകൂടിയാണ് ആ സോങ് സെലക്ട് ചെയ്തത്. ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള സോങ്ങാണ്, എന്നാലും മാക്സിമം ട്രൈ ചെയ്യണം എന്നുണ്ട് സോങ്ങിൽ. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം. ആലിൻ കൊമ്പത്തന്തിയുറങ്ങണ റോലിഞ്ഞാലിക്ക് പൂത്താണി. ആറ്റിലൊളിച്ചു കളിക്കണ മീനെ കാറ്റിൽ കുറുകുഴലൂതണ കാറ്റി. ആറ്റിലൊളി
പൂവാകച്ചില്ലയുലയ്ക്കും തൈമാസത്തിന്നൽ പിന്നെ നീയുണ്ടോ നീരാടാൻ നീർപ്പുഴയിൽ ചെമ്മാനച്ചെപ്പിലൊളിക്കും ചിങ്കാരത്താര പൊന്നേ താലോലം താരാട്ടാം ചായുറക്കാം നിഴലോലത്തുമ്പിൽ താണാടുമ്പോൾ സിന്ദൂരം വാരിത്തൂകി സായം കാലം നിഴലോലത്തുമ്പിൽ താണാടുമ്പോൾ സിന്ദൂരം വാരിത്തൂകി സായം കാലം നിറമേഴും ചാർത്തി നിന്റെ പൂങ്കവിൾ ചെന്തിൽ നറുതിങ്കൾ പൂത്തു നിന്റെ വാർക്കൂന്തലിൽ ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം ആലിൻ കൊമ്പത്തന്തിയുറങ്ങണൊരോളിഞ്ഞാലയ്ക്ക് പൂത്താലി ആറ്റിലൊളിച്ചു കളിക്കണ മീനേ കാറ്റിൽ കുറുകുഴലൂതണ കാറ്റ് ആറ്റിലൊളിച്ചു കളിക്കണ മീനേ കാറ്റിൽ കുറുകുഴലൂതണ കാറ്റ് കാൽത്തള കെട്ടി കൈവള ചാർത്തി കല്യാണത്തിന് കൂടേണ്ടേ വർഷ ഓ. മ്യൂസിക് ടീച്ചർ എന്തോ അടിപൊളിയായിരുന്നു കേട്ടോ. Thank you. നൈസ്. സാർ വർഷ വളരെ നന്നായിരുന്നു. വർഷയുടെ പാട്ടിൽ എനിക്ക് തോന്നിയത് വർഷയുടെ ടോട്ടൽ ബോഡി ലാംഗ്വേജ് മ്യൂസിക്കിലാണ്. എന്ന് പറയുമ്പോഴും കൂടി ഒരു സാധനം വരച്ചൊക്കെ ഒരു വരച്ച് ഒരു സ്വരമൊക്കെ പറയുന്ന ഒരു സ്വരം ആലാപൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ടൊക്കെ കാണിക്കും. ഇത് ട്രെന്ന് പറയുമ്പോഴും അതും വരയ്ക്കുന്നുണ്ട്. കൊള്ളാം. അതാ എന്തെന്നറിയോ, വർഷ പാടുമ്പോൾ വർഷയുടെ ഉള്ളിൽ കൂടെ സ്വരങ്ങൾ പോകുന്നുണ്ട് അല്ലേ അല്ലേ, സ്വരസ്ഥാനം പോകുന്നുണ്ട്. ആ, അത് നല്ലതാണ് പാട്ട് പഠിക്കുമ്പോൾ. അതാണ് ഞാൻ പറയാൻ വരുന്നത്. പക്ഷേ വൺസ് പാട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ സ്വരം മനസ്സിൽ കൂടെ ഉണ്ട കാര്യമില്ല, ആ ലിറിക്സ് മാത്രം പോയാൽ മതി. ട്യൂൺ കിട്ടി കഴിഞ്ഞാൽ പഠിക്കാനേ സ്വരം വേണ്ടു. ഇതിപ്പോ പാനി സാരിസ എന്നൊക്കെ അതാണ് മനസ്സിൽ പോകുന്നത്, ചൂളം പിടിച്ചതിനേക്കാൾ കൂടുതൽ. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, കറക്റ്റ് ആ നോട്ട്. പക്ഷെ എല്ലാം കറക്റ്റ് ശ്രുതിയിൽ തന്നെയാണ് പാടുന്നത്. അത് ആ സ്വരം ആലോചിച്ചുകൊണ്ട് മാത്രം ആവരുത്, ആ ലിറിക്കിലും കൂടി കോൺസെൻട്രേഷൻ. പിന്നെ വാക്കുകളൊക്കെ നല്ല സ്പഷ്ടമാണ് കേട്ടോ. ചൂളമടിച്ചു കറങ്ങി നടക്കണം, ഇങ്ങനെ കടിച്ചു പിടിച്ച് പാടുന്നുണ്ട്. വരികളൊക്കെ നല്ല രസമാണ്. യു ക്യാൻ, അത് നല്ല ക്വാളിറ്റിയാണ്. ഒപ്പം യു ക്യാൻ സിങ് ലിറ്റിൽ മോർ റിലാക്സ്ഡ്. ദാറ്റ്സ് ദ ഓൺലി തിങ്. അതർവൈസ് എല്ലാ പോർഷൻസും നന്നായിട്ട് തന്നെ പാടി. ഓക്കെ, നല്ല പഠിപ്പറിവുള്ള ഒരു സിംഗറാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അഞ്ജലി. വർഷമേ നന്നായിരുന്നു. വർഷം നല്ല മാച്ചിങ് ഷൂസ് ആണല്ലോ. എവിടെന്നാ ഇങ്ങനത്തെ ഒരു, എന്താ സ്വന്തം സ്റ്റൈലിംഗ് ആണോ അതോ അതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? ഹസ്ബൻഡ് ഉണ്ടോ? ഹസ്ബൻഡ് ആണോ ഈ ഷൂസ് ഒക്കെ മാച്ചിങ് കൊള്ളായിരിക്കും എന്നൊക്കെ പറഞ്ഞു സജഷൻസ്? ഇതെല്ലാം തിളങ്ങുന്ന ഉടുപ്പൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റൈൽ ചെയ്ത സ്റ്റൈലിസ്റ്റിനെ കൂടെ ഇങ്ങോട്ടൊന്ന് വിളിക്കണം. സ്റ്റൈലിസ്റ്റ് നമുക്കൊന്ന് കാണാം. എവിടെ സ്റ്റൈലിസ്റ്റ്? സ്റ്റൈലിസ്റ്റ് ആണ്, അതിലുപരി ഹസ്ബൻഡ് ആണ് അല്ലേ? ഹസ്ബൻഡിന്റെ പേര് ശരത് ബ്രോ. ശരത്കാല സന്ധ്യ. എവിടെ ശരത്ത്? അതിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഡാർക്കർ ഷെയ്ഡാണ് ഇട്ട് വന്നിരിക്കുന്നത്. വാവ്, ശരത്തിന്റെ അടുത്ത് നിൽക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായി. പറയൂ ശരത്, എന്തൊക്കെയുണ്ട്? എന്താ ചെയ്യുന്നത് ശരത്ത്? ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇൻഷുറൻസ് പേടിക്കാനില്ല. പറയൂ എന്തൊക്കെയുണ്ട്? എന്താണ് പിന്നെ സന്തോഷം? ഏറ്റവും വലിയ സന്തോഷം വർഷ പാടുന്നതാണെന്ന് അറിയാം. ഏറ്റവും വലിയ സപ്പോർട്ട് വർഷയുടെ ഹസ്ബൻഡ് ആണോ? അമ്മയും. പറയൂ ശരത്, സന്തോഷം പറയൂ. വളരെ സന്തോഷം. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 മാസം ആയിട്ടേ ഉള്ളൂ. നമ്മള് പെണ്ണ് കാണൽ ആ ഒരു ടൈമിൽ തന്നെ പറഞ്ഞത് മ്യൂസിക് ആണ് പാഷൻ, അത് വിട്ട് വേറൊരു പരിപാടി ഇല്ലെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ്, പാടത്തില്ല.
പാട്ട് നന്നായിട്ട് കേൾക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ സപ്പോർട്ടിനും കൂടെ ഉണ്ടാവും. അടിപൊളി അടിപൊളി. നിങ്ങൾ അറേഞ്ച് മാരേജ് ആയിരുന്നോ അതോ? അറേഞ്ച് മാരേജ്. നവദമ്പതിമാരാണ്. അതെ. അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്നവരാ? പാട്ട് സെലക്ട് ചെയ്യുന്നത് ഞാനും തന്നെയാണ്. പിന്നെ സജഷൻസ് ഒക്കെ അമ്മയൊക്കെ. അപ്പൊ ഇങ്ങനെ വീട്ടിലൊക്കെ എല്ലാരും ഭയങ്കര പ്രോത്സാഹനമാണ്. ഭയങ്കര പ്രോത്സാഹനമാണ്. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോ എന്ത് പറഞ്ഞു എല്ലാരും? ഭയങ്കര സന്തോഷം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു വേദി കിട്ടിയതിൽ എല്ലാരും ഹാപ്പിയാണ്. പിന്നെ അമ്മയും അച്ഛനും ചേട്ടനമ്മയും അച്ഛനും ചേട്ടനും എല്ലാവരും. സ്റ്റുഡൻസിനോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അവര് കണ്ടില്ലേ? നിങ്ങൾ ആരും ഇന്ന ദിവസം ഫ്ലവേഴ്സ് വെക്കണ്ടെന്ന് പറഞ്ഞു ക്ലാസ്സിൽ ചെന്നപ്പോ. ആ സമയത്തിൽ പഠിക്കാൻ. അല്ല, ടീച്ചറെ വേറെ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴേ അതുകൊണ്ട് ടൈം പറഞ്ഞില്ല. വർക്ക് ചെയ്ത ടീച്ചേഴ്സിനൊക്കെ അറിയാം, കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ പറയടാ മറ്റേ പാട്ട് ചൂള പഠിച്ചപ്പോ തെറ്റിയില്ലേ, അങ്ങനെ പിള്ളേര് വെച്ച് കീച്ചു. അതാ അതുകൊണ്ടാണല്ലോ ടെൻഷൻ. നൈസായിട്ട്. പക്ഷെ ഇനി പറയാട്ടോ, അടിപൊളിയായിട്ട് പാടില്ല. അപ്പൊ പറയണം, സ്റ്റുഡൻസ് ഒക്കെ ഫാൻസ് ആവട്ടെ, സബ്സ്ക്രൈബ് ചെയ്യിക്കുക. നമ്മളെ കൊണ്ട് അതൊക്കെ അല്ലേ പറ്റുള്ളൂ. അത്രേ പറ്റുള്ളൂ. എത്ര പേരാ സ്റ്റുഡൻസ് ഒക്കെ പറയുമ്പോ കുറെ പേരുണ്ട്. ഇനി അവര് കാണണം, ടീച്ചർ അതിനുവേണ്ടി നന്നായി പാടണം. അപ്പം സ്റ്റുഡൻസ് ഒക്കെ ഇരുന്ന് കാണും. അതെ. എങ്ങനെയുണ്ട് ഈ പാട്ട് പാടുന്ന സമയമൊക്കെ? വീട്ടിൽ തന്നെ പിന്നെ പാട്ട് പഠിക്കുന്ന സമയത്തൊക്കെ നല്ല രസമായിരിക്കും അല്ലേ? അതെ അതെ. അല്ല, ഞാൻ പിന്നെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാറില്ല, മാറിയിരിക്കും. പാട്ട് പഠിക്കുമ്പോഴത്തേക്കും എന്റെ പരിസരത്തോട്ടേ വരാറില്ല. ഓക്കെ, നിന്റെ സ്പേസ് ആണ്, നീ പ്രാക്ടീസ് ചെയ്തോന്ന് പറയും. ആ സമയത്ത് ഓടി രക്ഷപ്പെടുന്നതെന്ന് തോന്നുന്നു. കുറച്ച് അധികം സമയം പാട്ട് പഠിപ്പിച്ചോളാം, 1, 2, 3 മണിക്കൂർ എടുത്തോളാം. ഞാനൊന്ന് കറങ്ങി ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ കറങ്ങിയിട്ടൊക്കെ വരാം. വർഷ, എനിക്ക് ഒരു സജഷൻ ഇതിലുള്ളത്, കുറച്ചുകൂടി ഒന്നൊരു എനർജി കൊണ്ടുവരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചില പാട്ടുകള് മെലഡി പോലെ പാടുമ്പം അതിന്റെ കേൾക്കാൻ ഭംഗിയുണ്ട്. യു സാങ് വെരി ബ്യൂട്ടിഫുള്ളി, അതിലൊന്നും ഒരു ഇതും പറയാനില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു ചില ഇമോഷൻസ് ഉണ്ടല്ലോ, ഈ പാട്ടിന്റെ പിക്ചറൈസേഷൻ ആയാലും അതിങ്ങനെ തുള്ളിച്ചാടി ആർമാദിച്ച് അങ്ങനെ പാടുന്ന ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ തുള്ളിച്ചാടാനല്ല, പക്ഷെ ആ വോയിസിനകത്ത് ആ പാടുന്ന സിംഗിങ് സ്റ്റൈലിലോട്ട് അതൊന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നൊരു സജഷൻ എനിക്കുണ്ട്. ഒന്ന് റിലാക്സ്ഡ് ആയിട്ടൊന്ന് ഇങ്ങനെ കറുത്തു മുറിച്ച് ആ ടെൻഷൻ ഇല്ലാതെ ഒരു പല്ലവി ഒന്ന് മാത്രം പാടും. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം. ആലിൻ കൊമ്പത്തന്തിയുറങ്ങണൊരോലിഞ്ഞാലിക്ക് പൂത്താലി. ആറ്റിലൊളിച്ചു കളിക്കണ മീനേ കാറ്റിൽ കുറുകുഴലൂതണ കാറ്റ്. ആറ്റിലൊളിച്ചു കളിക്കണ മീനേ കാറ്റിൽ കുറുകുഴലൂതണ കാറ്റ്. കാൽത്തള കെട്ടി കൈവള ചാർത്തി കല്യാണത്തിന് കൂടേണ്ടേ. പാടി വരുമ്പോഴത്തേക്ക് ബാക്കി ക്ഷീണിച്ചു പോന്നു. അപ്പൊ ആ ഓ വരുമ്പോഴത്തേക്ക് അതിനൊരു ഫിനിഷിങ് വരുന്നില്ല. അതാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. എല്ലാ സ്ഥലത്തും പാടി ഫിനിഷായി വരുമ്പോ ആ ഹോ എത്തുമ്പോഴത്തേക്ക് ഒരു ഫസ്റ്റ് ഹോ ഒരു വെപ്രാളുണ്ട് അവിടെ. പിന്നെല്ലാം ഓക്കെയാ. അപ്പൊ ആ ഒരു വെപ്രാളൊന്ന് മാറ്റി വെക്കുക. അതാണ് ഞാനും സാറും ഞങ്ങളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് അതായിരുന്നു. ആ ഒരു റിലാക്സ്ഡ് ആയിട്ടൊന്ന് പാടാൻ ശ്രമിക്കണം. പക്ഷെ ആ ഒരു കുറെ സംഗതിയും കുറെ വാക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് എന്താവും എന്നുള്ള ഒരു ടെൻഷനാ. അത് കഴിഞ്ഞപ്പോ ഒരു നെടുവീർപ്പിട്ടായിരുന്നു, കഴിഞ്ഞല്ലോന്ന്. അപ്പൊ അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട. അതായിരുന്നു ഇന്നത്തെ കലാപരിപാടികളിൽ പറയാനുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം. അതെ, അല്ലാതെ യു ആർ ഫാന്റാസ്റ്റിക്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം എത്ര ഉണ്ടായിരുന്നു മാർക്ക്? 90. ഓ അടിപൊളി. ഇപ്രാവശ്യം മാർക്കൊന്നുമില്ല, മാർക്കൊന്നും കൊടുക്കുന്നില്ല, തീർച്ചയാക്കുക. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം ബ്രോ, പരിചയപ്പെടാൻ സാധിച്ചാൽ. എല്ലാ പിന്നെ ഷെഡ്യൂളും പറഞ്ഞണം, നമുക്കൊന്ന് സംവദിക്കാനുണ്ട്. കൈവിട് ശരിയെന്നാ. ഹായ്, എല്ലാവർക്കും എന്നെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം കോഴിക്കോട്ടുകാരി റഫ്ന സൈനുദ്ദീൻ. ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു ചാനൽ, ഇത്രയും വലിയൊരു ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ ഫ്രണ്ട്സും കസിൻസും എല്ലാവർക്കും ഒത്തിരി അഭിമാനമുണ്ടെന്ന് പറഞ്ഞു. അത് എനിക്ക് എന്താ പറയുക, എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ്. ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിലുള്ള നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രചേച്ചി പാടിയ രാജഹംസമേ എന്ന സോങ്ങാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ പാട്ടായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു നന്നായി പാടണമല്ലോ ഓർത്തിട്ടുള്ള ചെറിയൊരു ടെൻഷൻ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല.
എന്നാലും ഒരു പാട്ടിനോട് നീതി പുലർത്തുന്ന രീതിയിൽ എങ്കിലും എനിക്ക് പാടാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുപോലെ പറ്റിയിരിക്കും, നോക്കാം. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ? ഇവിടെ എൻ്റെ സ്നേഹഗായകൻ രാജഹംസമേ. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ? ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നമ്പരം നിറമിഴിയോടെ കണ്ടുവോ? എൻ്റെ ആത്മരാഗം കേട്ടു നിന്നോ? വരുമെന്നൊരു കുറിമാനം തന്നോ? നാഥൻ വരുമോ പറയൂ? രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ?
നന്നായിരുന്നു. റഫ്ന അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. റഫ്ന സർ. നല്ലൊരു പാട്ട് നന്നായി പാടി. താങ്ക് യു സർ. ഫസ്റ്റ് പല്ലവി വാസ് എക്സലന്റ്. താങ്ക്സ്. എനിക്ക് തോന്നുന്നത് റഫ്ന പാടുമ്പോൾ ഒരുപാട് വോയിസിനെ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് പാടുന്നൊരു ഫീലുണ്ട്. കുറച്ചും കൂടി ഫ്രീ ആയിട്ട് തുറന്നു പാടിയാൽ മതി. അപ്പോൾ നമ്മളിതിനെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മളൊരു സാധനം എടുക്കുമ്പോൾ അത് നമ്മൾ എടുത്താൽ മതി. അത് എടുക്കാൻ എന്തുമാത്രം നമുക്ക് ഇപ്പോൾ ഒരു ഫോൺ എടുക്കണമെങ്കിൽ ഇതിങ്ങനെ എടുത്താൽ മതി. അതേ ഫോൺ തന്നെ നമ്മൾ ഇങ്ങനെ എല്ലാം പിടിച്ചിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ഷിവർ ചെയ്യും. അത് നമുക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ ശക്തി മുഴുവൻ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയൊന്നും ശക്തി വേണ്ട. വളരെ കൂളായിട്ട് പാടിയാൽ ഇതിനിയും ഇപ്പോൾ ഹൃദയരേഖ എന്ന് പറയാം, ഹൃദയരേഖ എന്നുള്ള ആ ഒരു സ്ട്രെസ് ചെയ്യാനുള്ള ഒരു അത് നന്നായി പാടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള പാട്ടൊന്നുമല്ല. പക്ഷെ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള സാധനം ചെയ്യാൻ പാടുന്ന പോലെ ഉള്ള ഇത് ഞാൻ പറയുന്നത് യു അണ്ടർസ്റ്റാൻഡ്. കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് അത് ഒന്ന് പാടിയാൻ അനുപല്ലവി എന്ത് പാടിയാൻ. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുമോ തോഴൻ. ഹൃദയരേഖ പോലെ ഞാൻ. ബെറ്റർ ആവുന്നുണ്ട്. അത് അങ്ങനെ പഠിക്കണം കേട്ടോ. കുറച്ചും കൂടി അതായത് ഫ്രീ ആയിട്ട് പാടണം. നമ്മളിങ്ങനെ ഇങ്ങനെ എന്തോ അതിനെ മുറുക്കി പിടിച്ചിട്ട് കഴുത്ത് പിടിച്ചിട്ട് പാടുന്ന പോലെ പാടരുത്. യു അണ്ടർസ്റ്റാൻഡ്? കാരണം നന്നായിട്ട് പാടാൻ കഴിവുണ്ടല്ലോ കുട്ടിക്ക്. എന്ത് രസമായിട്ട് പാടുന്നത്. നല്ല ശബ്ദമുണ്ട്, എല്ലാം ഉണ്ട്. ഇത് രണ്ട് അനുപല്ലവിയിലും ചരണത്തിലും ഇതേമാതിരി ഒരു ചെറിയ ഫീൽ വന്നിരുന്നു. പിന്നെ കുഴപ്പമില്ല. ചില സ്ഥലത്തൊക്കെ നമ്മൾ എന്താ പറയുക കിട്ടും, ചിലപ്പോൾ പോവും. അതൊക്കെ ഇതിൽ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. അതൊക്കെ ഓരോ ദിവസത്തിൻ്റെയാണ്. ബട്ട് ദ രാജഹംസ ബിഗിനിങ് വാസ് എക്സലന്റ്, ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, യു ഹാവ് ട്രൈഡ് യുവർ ലെവൽ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. റഫ്ന, എനിക്ക് ചിത്ര ചേച്ചി പാടിയ പാട്ടുകളിൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടായത്. ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ചിത്ര ചേച്ചിയുടെ ശബ്ദം ഇങ്ങനെ കാതുകളിൽ ഇങ്ങനെ അലയടിക്കുക. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ട് ജനങ്ങളിലേക്ക് കയറിയ ഒരു പാട്ടാണ് രാജഹംസമേ. അതറിയാത്ത ആരുമില്ല. ഇതിപ്പം ഹിന്ദോളം എന്ന് പറഞ്ഞ രാഗമാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ചില പാട്ടുകൾക്ക് അതിൻ്റെ ഒരു ഭംഗി, ഈ ഒരു രാഗത്തിന് തന്നെ വല്ലാത്തൊരു ഫീലുണ്ട്. അപ്പം അത് ക്രിയേറ്റ് ചെയ്ത കമ്പോസർ, എഴുതിയ എല്ലാവരെയും നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഓർക്കാം. ജോൺസൺ മാസ്റ്റർ. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇവിടെ ഹിന്ദോളം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് ഇതിന്റെ ഡയറക്ടറെയാണ് കേട്ടോ, ഭരതേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് രാഗമാണ് ഹിന്ദോളം. അപ്പൊ അങ്ങനെ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു പാട്ടാണ് റഫ്ന കൊണ്ടുവന്നത്. അതിനോട് റഫ്നയ്ക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഹെവി സോങ് ആണ് ശരിക്കും. അപ്പോൾ റഫ്ന നല്ല പോലെ പാടി. അതൊരു നല്ല അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് തന്നെ ഞാൻ പറയാം. കാരണം ആ ഒരു വോയിസ് അതിൽ ഇങ്ങനെ നല്ല ഇഴുകിച്ചേർന്ന് ഒഴുകി പോകുന്നുണ്ടായിരുന്നു ശബ്ദം. സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് ഞാനും യോജിക്കുന്നു. അതിലുള്ള ആ ഒരു കാറ്റ് കുറച്ച് കൂടുതൽ വരുമ്പോഴത്തേക്ക് പാട്ട് പാടാൻ നമുക്ക് സ്ട്രെയിന് കൂടും. രാജഹംസമേ പാടുമ്പോൾ വല്ലാത്ത സ്ട്രെയിനാണ്. രാജഹംസമേ മഴവിൽ കുടിലിൽ. അപ്പം ആ ക്ലാരിറ്റി മോളുടെ വോയിസ് മോൾക്ക് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ എന്തോ ഒരു ബ്ലോക്ക് എവിടെയോ ഉണ്ട്. അതുകൊണ്ടാണ് ആ വോയിസ് പുറത്ത് എന്താന്നുള്ള അറിയാത്തത്. സാധാരണ വീട്ടിൽ സംസാരിക്കില്ലേ, ഉപ്പ ഉമ്മ എന്നല്ലല്ലോ, ഉപ്പ ഉമ്മ എവിടെ, എന്റെ ഭക്ഷണം എവിടെ, അങ്ങനെയൊക്കെയല്ലേ സംസാരിക്കുക. എനിക്ക് പോണം ഇങ്ങനെയൊക്കെയല്ലേ പറയാ ബഹളം വെച്ചിട്ട്. ആ ഒരു ശബ്ദമല്ലേ, അതാണ് റഫ്നയുടെ ശബ്ദം. അപ്പൊ ആ ശബ്ദം ഐഡന്റിഫൈ ചെയ്യുക ആദ്യം, എന്നിട്ട് അത് ഈ പാട്ടുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ വളരെ ഈസി ആയിട്ട് പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റിയ പാട്ടുകളാണ് റഫ്നയ്ക്കൊക്കെ. അപ്പൊ ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആക്കി എടുക്കുക. എല്ലാ പാട്ടിനും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. റഫ്ന പറയൂ, ഫസ്റ്റ് സോങ് ടെലികാസ്റ്റിന് ശേഷം എന്തൊക്കെയാണ് വാർത്തകൾ? എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു മാർക്ക്? കഴിഞ്ഞ പ്രാവശ്യം 81. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഹൈഡ് ചെയ്യും കേട്ടോ. അടുത്ത എലിമിനേഷൻ റൗണ്ട് ആകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയും. ഓക്കെ, ബൈ.
ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരളയുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. ഒരുപാട് നല്ല പാട്ടുകളും നല്ല പാട്ടുകാരെ ഒക്കെ പരിചയപ്പെടുത്താനും അവരുടെ പാട്ടുകൾ കേൾക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തിരിച്ചു വരാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരള. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.